Hi all. So ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. Calculate the moment of inertia of a semicircular lamina about its centroidal axis. So we have a semicircular lamina of radius r. ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് വി നീഡ് ടു നോ ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ ആൻഡ് വേർ ഇറ്റ് ഈസ് സെൻട്രോയിഡൽ ആക്സിസ് ഇസ് ലൊക്കേറ്റഡ്. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് I is equal to integral r square dA. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ആ എലമെൻറ്റും കൺസിഡർ ചെയ്യുന്ന ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ ഏരിയ ആണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദി സെൻട്രോയിഡൽ ആക്സിസ് ആണ്. സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എവിടെയായിരിക്കും? ഈ റെഡ് ഡോട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു കേസിൽ ഞാനിപ്പോൾ ആക്സിസ് എടുത്തിട്ടുള്ളത് ഈ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ സെമി സർക്കിളിൻ്റെ ബേസിനെയാണ്. പിന്നെ ഇതാണ് എൻ്റെ വൈ ആക്സിസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ബേസിൽ കൂടെ അല്ല സെൻട്രോയിഡ് കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ എലമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേനും അതിന് ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡൊക്കെ വരും. സോ ഇൻ്റഗ്രേഷനിൽ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ബേസ് ആക്സിസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ആ ബേസ് ആക്സിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചതിന് ശേഷം പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്തിട്ട് നമ്മൾ ആ സെൻട്രോയിഡൽ ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കും. എക്സ് ആക്സിന് മാത്രമേ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ ഈ സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ആണ് ഇത്രയും ഹൈറ്റ് ഡിഫറൻസ്. എത്ര ഡിഫറൻസ് വരിക? 4r/3π. ഈ സെൻട്രോയിഡ് കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ കയറി നോക്കാം. സോ അവിടെ എൻ്റെ ഡെറിവേഷനൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പിന്നെ സെൻട്രോയിഡൽ വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിസ് സിമെട്രി തന്നെ ആയിരിക്കും. സോ ദിസ് ഈസ് ദി സെൻട്രോയിഡൽ വൈ ആക്സിസ് ഇറ്റ് സെൽഫ്. സോ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ വൈ ആക്സിസ് ഇറ്റ് സെൽഫ്. സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് കണ്ടുപിടിക്കും. ദെൻ പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്തിട്ട് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ എക്സ് ആക്സിസ് കണ്ടുപിടിക്കും. ദെൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസിന് കണ്ടുപിടിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ദി സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ വൈ ആക്സിസ്. ഓക്കെ. സോ ഇൻ്റഗ്രേഷന് വേണ്ടി ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള എലമെൻ്റ് ആണിത്. ആ എലമെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dr ആണ്. സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ d θ ആണ്. dr ആൻഡ് d θ ആർ ദി ലീസ്റ്റ് പോസിബിൾ വാല്യൂസ് ഇറ്റ് ക്യാൻ ഹാവ്. ആൻഡ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റേഡിയൽ ലൊക്കേഷൻ സ്മോൾ r ആണ്, ആംഗുലർ ലൊക്കേഷൻ θ ആണ്. ഓക്കെ. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ r എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടം വരെയാണ്. ഇത് ഈ എലമെൻറ്റിൻ്റെ ബേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ബട്ട് dr എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. ഇതിൻ്റെ ഈ സെമി സർക്കിളിൽ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് തിക്നെസ് ആണ് dr. സോ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. സെയിം ഗോസ് വിത്ത് θ. സോ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് വിച്ച് ഇസ് ദി ബേസ് ആക്സിസ്. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ എലമെൻറ്റും ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് y. സോ ഞാൻ y ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ജനറൽ ഇക്വേഷൻ I is equal to integral r square dA നെ ഞാൻ ഇൻറ്റഗ്രൽ y square dA എന്ന് റീറൈറ്റ് ചെയ്യുന്നു. ഓക്കെ. y എന്ന് പറഞ്ഞാൽ നമ്മൾ r എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസും എലമെൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ആ എലമെൻറ്റ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് y ആയിട്ടാണ്. സോ ഐ എം റീപ്ലേസിങ് r വിത്ത് y. ഓക്കെ. പിന്നെ ഈ സർക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ കേസിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിനേക്കാളും ചെയ്യാനായിട്ട് കൺവീനിയൻ്റ് എന്ന് പറഞ്ഞാൽ പോളാർ കോർഡിനേറ്റ്സ് ആണ്, അല്ലേ? എക്സ് വൈ കോർഡിനേറ്റ്സ് അല്ല നമ്മൾ യൂഷ്വലി എടുക്കാറുള്ളത്. r ആൻഡ് θ ആണ്, റേഡിയസ് ആൻഡ് θ ആണ്. സോ നമുക്ക് ഈ y ആൻഡ് dA അതിനെല്ലാത്തിനെയും നമുക്ക് r ആൻഡ് θയുടെ ടേംസിൽ നമുക്ക് എഴുതണം. സോ നമുക്ക് ആദ്യം y എന്താന്ന് നോക്കാം. y വിൽ ബി ഈക്വൽ ടു ഇഫ് ദിസ് ഡിസ്റ്റൻസ് ഈസ് r ആൻഡ് ദിസ് ആംഗിൾ ഇസ് θ ദെൻ y. അതിൻ്റെ വേർട്ടിക്കൽ ഓക്കെ. ഈ y കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്തായി? നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ ലൊക്കേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് y ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ. സോ y വിൽ ബി ഈക്വൽ ടു ഇഫ് ദിസ് ഈസ് r, എലമെൻറ്റും എക്സ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ എലോങ് y ഉള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ y ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസ് r ആണ്, ആംഗുലർ ഡിസ്റ്റൻസ് θ ആണ്. അങ്ങനെയാണെങ്കിൽ y വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? r sin θ, അല്ലേ?
ഈ ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്തിട്ട് sin theta rule apply ചെയ്താൽ മതി. Then y will be equal to r sin theta. Then elemental area dA will be equal to എന്തായിരിക്കും? ഈ എലമെൻറ്റിൻ്റെ രണ്ട് സൈഡ് കേർവ്ഡ് ആണ്, പക്ഷേ dr ആൻഡ് d θ വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ആ കർവേച്ചർ കൺസിഡർ ചെയ്യേണ്ട, അതിനെ റെക്ടാങ്കിളായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പാണ്. റെക്ടാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഇൻറ്റു ഡെപ്ത് ആയിരിക്കും. സോ ഇതിൻ്റെ ലെങ്ത് എത്ര വരിക? ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ആർക്കിൻ്റെ ലെങ്ത് ആയിരിക്കും. ആർക്കിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയൽ ഡിസ്റ്റൻസ് r ആണ്, സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ d θ ആണ്. ദെൻ ആർക്ക് ലെങ്ത് വിൽ ബി r d θ അല്ലേ? സോ ലെങ്ത് ഇസ് r d θ ഇൻറ്റു dr ഈസ് ദി എലമെൻറ്റൽ ഏരിയ. ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മളുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ജനറൽ ഇക്വേഷൻ ഇസ് i ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ y സ്ക്വയർ dA. എന്നിപ്പോൾ yക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. y ഈസ് r sin θ ആൻഡ് dA ഈസ് r d θ dr. സോ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ദിസ് ഇസ് എ കേസ് ഓഫ് ഡബിൾ ഇൻ്റഗ്രേഷൻ അല്ലേ? വേരിയബിൾസ് d θ ഉണ്ട് dr ഉണ്ട്. സോ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു തീറ്റയും വിത്ത് റെസ്പെക്ട് ടു dr ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഹെൻസ് ദിസ് ഇസ് എ കേസ് ഓഫ് ഡബിൾ ഇൻ്റഗ്രേഷൻ. സോ ഞാൻ തന്നെ ഡബിൾ ഇൻ്റഗ്രേഷൻ ഒക്കെ എഴുതി, പിന്നെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദിസ് വിൽ ബി r ക്യൂബ് സൈൻ സ്ക്വയർ തീറ്റ d θ dr എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇൻ്റഗ്രൽസിന് ലിമിറ്റ് കൊടുക്കാം. ഫസ്റ്റ് ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു d θ അല്ലേ? തീറ്റ എവിടുന്ന് എവിടം വരെ വരിക? തീറ്റയ്ക്ക് വരാൻ പറ്റുന്ന മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെയാണ്, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെയാണ് അല്ലേ? ദാറ്റ് മീൻസ് 0 ഡിഗ്രി ടു 180 ഡിഗ്രീസ് ആണ് തീറ്റയുടെ വേരിയേഷൻ. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് റേഡിയലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. സോ തീറ്റ വേരീസ് ഫ്രം 0 ടു 2π. അടുത്തത് ആറിൻ്റെ വേരിയേഷൻ. ആർ എവിടെ ആയിരിക്കും വേരി ചെയ്യുന്നുണ്ടാവുക? സ്മോൾ ആറിന് വരാൻ പറ്റുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹിയർ and maximum value will be here. That means from 0 to radius of the semicircle which is r. So that becomes integral 0 to r integral 0 to 2π r cube sin square theta d theta dr. നമുക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞപ്പോൾ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. തീറ്റ വരുന്നത് 0 ഡിഗ്രി ടു 180 ഡിഗ്രീസ് ആണ്. സോ 180 എന്ന് പറഞ്ഞാൽ റേഡിയൻസിൽ പൈ ആണ്. ഓക്കെ, 2π അല്ല, ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇൻ്റഗ്രൽ വേരീസ് ഫ്രം 0 ടു π. ഓക്കെ, സോ ഞാനതിന് ഫസ്റ്റ് പാർട്ട് ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആർ ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി r raised to 4/4. ദാറ്റ് വേരീസ് ഫ്രം 0 ടു ക്യാപിറ്റൽ R. ദെൻ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഞാൻ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദാറ്റ് ഈസ് 1 minus cos 2 theta by 2. സോ ദാറ്റ് ബിക്കംസ് ഇൻ്റഗ്രൽ 0 ടു π 1 minus cos 2 theta by 2 d theta. നമുക്ക് അതിനെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഴുതാം. സോ ഇത് ഞാനിവിടെ ആദ്യം r raised to 4 ദാറ്റ് വേരീസ് ഫ്രം 0 ടു r-ന് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ബിക്കംസ് r raised to 4/4. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് 1/2 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. സോ ഞാൻ അത് ഇൻ്റഗ്രലിന് വെളിയിലേക്ക് എടുത്തു. സോ വി ക്യാൻ റൈറ്റ് ഇൻറ്റു 1/2 ഇൻ്റഗ്രൽ 0 ടു π 1 minus cos 2 theta d theta. Then after integration we will get r raised to 4/8 into theta minus sin 2 theta. That varies from 0 to π. Then നമുക്ക് സെക്കൻഡ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതാം. സോ ദാറ്റ് ബിക്കംസ് r raised to 4/8 into π അല്ലേ? സൈൻ 2π ആൻഡ് സൈൻ 0 ആർ 0 ഇറ്റ് സെൽഫ്. സോ നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ കിട്ടും. ആൻഡ് ദെൻ നമുക്ക് ഇനി അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ആറിന് നമുക്ക് റേഡിയസ് ആണ് എന്താ ഡയമീറ്റർ ബൈ 2 ആണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹെൻസ് വി ക്യാൻ റൈറ്റ് π r raised to 4/8 or π d raised to 4/128. So this is the moment of inertia of a semicircular lamina about its base. നമുക്കിനി ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുതുകയാണെങ്കിൽ Ixx is equal to π r raised to 4/8 or π d raised to 4/128 where xx is the base axis. Okay, സോ നമുക്ക് ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കാം. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പാരലൽ ആക്സിസ് തിയറം ആണ് അല്ലേ? നമ്മുടെ ഇതാണ് നമ്മളുടെ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. ആ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ബേസ് എക്സ് ആക്സിസിന് പാരലലാണ്. ഹെൻസ് വി ക്യാൻ യൂസ് ദി പാരലൽ ആക്സിസ് തിയറം. സോ ഇതാണ് പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ. Ixx is equal to Igx plus h². ഈ Igx എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആക്ച്വലി പാരലൽ ആക്സിസ് തിയറി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ആ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കാം. സോ നമ്മൾ ആ ഇക്വേഷൻ റിവേഴ്സ് ആണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ബേസ് ആണ്. അത് ഉപയോഗിച്ചിട്ട്
സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? IgX is equal to IXX minus AH square. സോ നമുക്ക് ഇനി അതിനകത്തേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ IXX values as we found out pi r raised to 4 by 8 minus A ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി ലാമിന. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി pi r സ്ക്വയർ. സോ അതുകൊണ്ട് കറസ്പോണ്ടിങ്ങിൽ സെമി സർക്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദാറ്റ് ഈസ് A into which is the distance between axes അല്ലേ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെൻട്രോയിഡൽ ആക്സസും അതിന് പാരലൽ ആയിട്ടുള്ള ഏത് ആക്സ് ആണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് h എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 4r by 3pi as we found out the centroid. Hence our equation becomes pi r raised to 4 by 8 minus pi r square by 2 into 4r by 3pi that squared. Hence can rearrange ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ എടുക്കാം. സോ ദാറ്റ് ബിക്കംസ് pi r raised to 4 by 8 minus 16 pi r raised to 4 by 18 pi square. ഒന്നുകൂടി റീഅറേഞ്ച് ആണെങ്കിൽ that will be r raised to 4 into pi by 8 minus 8 by 9 pi. ആക്ച്വലി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇപ്പോൾ പൈയുടെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് നമുക്ക് പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് എത്താൻ പറ്റും. ആൻഡ് ദാറ്റ് വിൽ ബി 0.11 r raised to 4. സോ centroidal moment of inertia where considering the centroidal x-axis will be equal to, that is IgX, that will be equal to 0.11 r raised to 4 for an approximation. Okay, കൂടുതൽ പ്രിസിഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. അതിൽ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും കൂടുതൽ ഡെസിമൽ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി റിഫൈൻഡ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ y ആക്സിസ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ള y ആക്സും സെൻട്രോയിഡൽ y ആക്സും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ y ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് വിൽ ബി ദി സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ y ആക്സിസ് ഇറ്റ്സെൽഫ്. സോ അതിനുവേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ആ എലമെൻറ്റിൻ്റെ y ആക്സിൽ നിന്നുള്ള എലോങ് x ആക്സിലുള്ള ഡിസ്റ്റൻസ് ആണ്. ലെറ്റ് ഇറ്റ് ബി x. ദെൻ our equation can be written as I is equal to integral x square dA. ഇതിൻ്റെ അകത്തും നമുക്ക് എക്സ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്. നമുക്കതിനെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്കതിനെ റെഡ്യൂസ് ചെയ്യണം. ഹെൻസ് വി ക്യാൻ റൈറ്റ് എക്സ് ആസ് ആർ കോസ് തീറ്റ അല്ലേ. ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് ആർ ആൻഡ് ദിസ് ഈസ് തീറ്റ. ദെൻ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എക്സ്, സെയിം ആക്സസ്. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. എലമെന്റൽ ഏരിയ സെയിം, എലമെന്റൽ ഏരിയ ഡി വിൽ ബി ഈക്വൽ ടു ആർ ഡി തീറ്റ ഡി ആർ. നമുക്ക് ഇക്വേഷനിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. And so after substitution we'll get integral r cos theta square into r d theta dr. Okay, then നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ d theta and dr ഉണ്ട്. സോ ഇറ്റ്സ് എ കേസ് ഓഫ് ഡബിൾ ഇൻറ്റഗ്രേഷൻ. സോ ലിമിറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് r വേരി ചെയ്യുന്നത് 0 to r ആണ്, തീറ്റ വേരി ചെയ്യുന്നത് 0 to pi ആണ്. സോ ഇൻറ്റഗ്രൽ 0 to r ഇൻറ്റഗ്രൽ 0 to pi r ക്യൂബ് cos സ്ക്വയർ തീറ്റ d theta dr എന്നായിരിക്കും നമുക്ക് കിട്ടുക. ദെൻ അതിനെ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഞാനതിൽ ആറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആർ ക്യൂബ് വിൽ ബി ആഫ്റ്റർ ഇൻറ്റഗ്രേഷൻ r raised to 4/4 ദാറ്റ് വേരീസ് ഫ്രം 0 to r. ഇവിടെ cos സ്ക്വയർ തീറ്റ ആണ്. സോ cos സ്ക്വയർ തീറ്റയ്ക്ക് ഞാൻ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് 1 + cos 2 θ by 2 ദാറ്റ് വേരീസ് ഫ്രം 0 to pi വിത്ത് റെസ്പെക്ട് ടു d θ. ദെൻ ഇതിൻ്റെ അകത്തും 1/2 കോമൺ ആണ്, അത് നമുക്ക് വെളിയിലെടുത്ത് എഴുതാം. സോ ദാറ്റ് വിൽ ബി r raised to, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ r raised to 4/4ന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ after application it will become capital R raised to 4/4 into half പുറത്തേക്ക് എടുത്ത് 1/2 integral 0 to pi 1 + cos 2 θ d θ. And so that becomes r raised to 4/8 into θ plus sin 2 θ by 2 that varies from 0 to pi. നേരത്തെ പറഞ്ഞപ്പോൾ വീണ്ടും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. cos 2 θയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് sin 2 θ by 2 ആണ്. നേരത്തെ ഞാൻ sin 2 θ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിവേ ഈ കേസ് എഴുതിയത് തെറ്റാണ്, ബട്ട് സ്റ്റിൽ ഈ കേസിൽ അതിന് യാതൊരു ഇൻഫ്ലുവൻസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തീറ്റയ്ക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ആദ്യം sin 2π വരും വിച്ച് ഇസ് 0 ആൻഡ് ദെൻ sin 0 വരും വിച്ച് ഇസ് 0 അഗെയിൻ. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ തെറ്റ് വന്നത്, പെട്ടെന്ന് അറിയാതെ പോയത്. എനിവേ കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ sin 2 θ by 2 ആണ്. ഓക്കെ, സോ അപ്പോൾ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും. And that will be equal to r raised to 4/8 into pi. നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ again pi r raised to 4/8 എന്ന് കിട്ടും. And if we substitute r is equal to d by 2, that will be also be pi d raised to 4/128. So as a summary we can write moment of inertia of a semicircular lamina about its base
will be ix6, it is denoted as ix6, will be equal to pi r raised to 4 by 8 or pi d raised to 4 by 128. Then moment of inertia of a semicircular lamina about its centroidal axis, which is parallel to the base, will be equal to r raised to 4 into pi by 8 minus 8 by 9 pi, or 0.11 r raised to 4. Then moment of inertia of a semicircular lamina about its y-axis being the centroidal axis itself, which is perpendicular to the base and passing through the centroid IY or IGY. Okay, IY ഇവിടെ തന്നെ ആയിരിക്കും. നമുക്ക് y ആക്സ് ആണെങ്കിൽ ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ വേറെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ y ആക്സ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സെൻട്രോയിഡ് കൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് IYYയും IGYയും ഈക്വൽ ആയിട്ട് വന്നത്. And that will be equal to pi r raised to 4 by 8 or pi d raised to 4 by 128. Okay, thank you for watching my video.